ഹലോ ഗൈസ്, ഫ്രഷ് ക്രീം വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ചിക്കൻ പാസ്ത ഉണ്ടാക്കിയാലോ? കമോൺ. ആദ്യം നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളീൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 5-6 ഗാർലിക്ക് അതും എടുത്ത് നമുക്ക് കുനുകുനാന്നരിയാം. ഈ കുനുകുനാന്നരിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഒക്കെ ആ ഭക്ഷണത്തിന് കിട്ടും. ഇവിടെ ഞാൻ ഒരു പോർഷൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഒരു കഷ്ണം മഷ്റൂം അഥവാ കൂന് നമ്മളിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ മുറിച്ചെടുക്കണം. അതായത് ഇങ്ങനെ കട്ടിക്കായിട്ട് മുറിച്ചാൽ മുറിച്ചിട്ട് 2 മുറിച്ചാലും മതി. അത് കഴിഞ്ഞ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് തൈം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ തൈമിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷനിലാണ്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ തൈമും കൂടി ഇട്ട് നന്നായി മസാജ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ സോൾട്ടും പെപ്പറും ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. 2 സൈഡും തേച്ച് പിടിപ്പിക്കാൻ മറക്കല്ലേ. അങ്ങനെ തേച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മെയിൻ ഐറ്റമായ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, വെള്ളം നിറയ്ക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാസ്ത ഇട്ടിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. ഒരു 15 മിനിറ്റൊക്കെ മതിയാവുമായിരിക്കും കേട്ടോ ബോയിലായി കിട്ടാൻ. അതെങ്ങനെ വേവ് അറിയാമെന്ന് വെച്ചാൽ ആ പാസ്ത ഇപ്പോൾ ഇട്ട കളറിന്ന് ഒരു കളർ ചേഞ്ച് ആവും. കുറച്ചും കൂടി ലൈറ്റ് യെല്ലോ ആവും. പിന്നെ നമുക്കിങ്ങനെ തൊട്ട് നോക്കിയാലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും പാസ്ത വെന്തോന്ന്. കുറച്ചും കൂടി സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ പാസ്ത വെന്തു എന്ന്. മെയിനായിട്ട് അതിൻ്റെ കളർ തന്നെ കേട്ടോ. ആ കളർ തന്നെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അങ്ങനെ നമുക്ക് അത് മാറ്റി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഈ ബട്ടർ ഇട്ട് ചിക്കനെ കുളിപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലും ഫ്ലേവറും കയറി വരും. അപ്പോൾ ഞാനത് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടേ. എനിക്ക് ഈ ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ ചിക്കനെ ആ ബട്ടറിൽ ഇങ്ങനെ കുളിപ്പിച്ചെടുത്ത് നന്നായി വേവിച്ചെടുക്കണേ. ഇത് ഒറ്റൊരു ചിക്കൻ ബ്രസ്റ്റാണേ. നമുക്ക് 2 പേർക്ക് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ കുറച്ച് തീയൊക്കെ ഇട്ട് ഞാൻ അതിനെ ഒന്ന് കുട്ടപ്പനാക്കി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നന്നായി മെൽറ്റ് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും ഒനിയനും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്ത് ആ ഒനിയൻ്റെ ഒരു കളറില്ലേ, ആ പച്ചയെന്ന് ഒന്ന് കുറച്ചൊരു മൂപ്പിക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. അടുക്കി പിടിക്കാതെ നോക്കണേ. എൻ്റെ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായി അടുക്കി പിടിച്ചായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുക. അങ്ങനെ നന്നായി സോട്ട് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി അത് ഇങ്ങനെ കുക്കായി വരുമ്പോൾ നല്ല സ്മെല്ലാട്ടോ. മഷ്റൂമൊക്കെ കുക്കായി വരുമ്പോൾ ഒരു ചെറുതായി നമ്മൾ സോസ് കഴിക്കുമ്പോൾ കടിക്കാനുള്ളൊരു പരിവൊക്കെ കിട്ടണേ. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഒരു പോർഷനൊക്കെ അത് തന്നെ ധാരാളം. നമുക്കതിൽ മഷ്റൂം വന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആ ക്രീം മാത്രം ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബോയിലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ച നമ്മുടെ പാസ്ത ആഡ് ചെയ്യാം അതിലേക്ക്. എന്നിട്ട് ആ പാസ്ത എടുത്ത് നന്നായി ഫോൾഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം. ഇതെല്ലാം നല്ല സമയം ഒന്ന് കുക്ക് ചെയ്യണ്ട കേട്ടോ. അതിന് കുറച്ചൊന്ന് തിള വന്നാൽ മതി. ഫൈനൽ ഔട്ട്ലുക്കായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ചൂടോടെ സെർവ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ചിക്കനും നന്നായി കട്ട് ചെയ്ത് മുകളിൽ കുറച്ച് ചീസൊക്കെ ഇട്ട് സെറ്റാവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ, പാസ്ത എങ്ങനെ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം.